ഓക്കെ, +1 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് ചാപ്റ്റർ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, നമ്മൾ അരി മേടിക്കാൻ പോകുന്നു, ഒരു കടയിൽ അരി മേടിക്കാൻ പോകുന്നു. നമ്മൾ എന്താ പറയാ, ഒരു 5 കിലോ അരി തരാൻ പറയും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കിലോഗ്രാം ഇതാ ഇവിടെ കിടക്കുന്നു, മാസ് കിലോഗ്രാം. ഇത് കണ്ടോ, ഈ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ 5 കിലോഗ്രാം എന്ന് പറയുന്നത് 5 കിലോഗ്രാം അരി, അല്ലെ? 5 കിലോഗ്രാം അരി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മെഷർമെന്റ്സ് ആണ്. ഈ 5 എന്ന് പറയുന്നത് എന്താണ്? മെഷർമെന്റ് ആണ്. ഈ കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ആണ്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാ. 5 എന്ന് പറയുന്നത് മെഷർമെന്റും കിലോഗ്രാം എന്ന് പറയുന്നത് യൂണിറ്റുമാണ്, അല്ലെ? ഇനി ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്നു ഈ ചാപ്റ്ററിൽ. അത്ര നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, മെഷർമെന്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതാണ് ആദ്യത്തെ ടോപ്പിക്. ഓക്കെ, നമ്മൾ ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ മെഷർ ചെയ്യുന്നുണ്ട്, പല പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അത് ലെങ്ത് ആവാം, മാസ് ആകാം, ടൈം ആകാം, ടെമ്പറേച്ചർ ആകാം, അല്ലെ? പല കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫിസിക്സ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് സയൻസ്. വാട്ട് യു മീൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് സയൻസ്? അളവ്, ക്വാണ്ടിറ്റി വിച്ച് മീൻസ് അളവ്. അളവിന് വളരെ പ്രാധാന്യം നൽകുന്ന ശാസ്ത്രമാണ് ഇത്, ഫിസിക്സ്. സോ ഫിസിക്സ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് സയൻസ് ബേസ്ഡ് ഓൺ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. Certain physical quantities have been chosen as fundamental or base quantities. അതെന്താണെന്ന് നമ്മൾ ഉടൻ തന്നെ സംസാരിക്കും. ജസ്റ്റ് ഓർത്തിരിക്കാം. Certain physical quantities, ഈ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ certain quantities are fundamental or base quantities ആണ്. The fundamental quantities that are chosen are length, mass, time, electric current, thermodynamics, temperature, amount of substance and luminous intensity. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റി, ബേസ് ക്വാണ്ടിറ്റീസിനെ പറ്റി, അതിന്റെ യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. What is the importance of this? That means each base quantity is defined in terms of certain basic arbitrary chosen out, OUT. Okay, but chosen, but property standards different standard called unit, such as meter, kilogram, second, ampere, Kelvin, mole, and candela. These units for the fundamental base quantities are called fundamental or base unit, and 2 supplementary units in relation to quantities, that is plane angle and solid angle. So for the plane angle, we use the unit that is radian, and for the solid angle, we use the unit that is sterdian. നിങ്ങൾക്ക് ഇവിടെ ചാർട്ടിൽ കാണാൻ സാധിക്കും. ലെങ്ത്, it is measured in a unit of meter and its symbol is m. Mass, it measured in a units of kilogram and its symbol is kg. Time, second, and its measured in s. അപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അപ്പോ ഈ കിലോമീറ്ററോ? അതും യൂണിറ്റ് അല്ലേ? അതെ, കിലോമീറ്റർ യൂണിറ്റാ. കിലോഗ്രാമിന്റെ തന്നെ ഹയർ യൂണിറ്റ്സ് ഉണ്ട്, ടൺ, അല്ലെ? പിന്നെ സെക്കൻഡ്, അവർ യൂസ് ചെയ്യാറുണ്ട്, 1 അവർ, 2 അവർ, 3 അവർ.
അല്ലെ? അപ്പോ അതെന്തായിരിക്കും? അത് നമ്മൾ ഹയർ യൂണിറ്റ്സിലാണ് വിടുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ്. മാസ്, സോറി, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, എക്സെട്ര. ഓക്കെ, സോ ടെമ്പറേച്ചർ കെൽവിൻ ഇത് റോങ് ആണ്, കെ കേട്ടോ, ഓർത്തിരിക്കാം. കെ, ടെമ്പറേച്ചർ മീൻസ് കെൽവിൻ. ഇലക്ട്രിക് കറന്റ് ആംപിയർ. luminous intensity candela, it represents CD, letter small letter C, small letter D, CD. Amount of substance, mol, MOL. നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കെമിസ്ട്രിയിൽ. 1 mole of substance, 2 mole of substance. So that is the amount of substance, mole. So these all are the seven fundamental quantities and its units. Okay, so length, mass, time, temperature, electric current, luminous intensity, amount of substance. നിങ്ങൾ ഓർത്തിരിക്കുക, പഠിക്കുക. ഓക്കെ, ഇനി മൊത്തം മാറ്റണം അല്ലേ? ഇതൊരു വലിയ പണിയാണല്ലോ. കുഴപ്പമില്ല, നമുക്ക് പതിയെ മായ്ക്കാം. ഓക്കെ, ഓക്കെ, ഫിനിഷ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. വാട്ട് ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? The quantities which is derived from the fundamental quantities. The quantities, the physical quantities derived from the fundamental quantities or the base quantities can be expressed as a combination of the base units and are called derived units. അതായത് നമ്മൾ നേരത്തെ കണ്ട ലെങ്തും മാസും ടൈമും ഇവയെല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്ന ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം, ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് ഇതാ, ഇപ്പം വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്? ദാറ്റ് ഈസ് മീറ്റർ അല്ലേ? ഇനി ടൈമിന്റെയോ? സെക്കൻഡ്. So now we are getting the unit of velocity or speed. The unit of velocity or speed is meter per second. Meter divided by second, that is meter per second, or meter second raised to -1. So this meter second raised to -1 or meter per second, we call it as derived units. Okay, so 2 or 3 or more base quantities combine together and to form a what? A new units. Combine together and to form a new units. Combination of base units, and that is called as derived units. നമുക്കറിയാം force equation. What is the unit of force? F is equal to ma. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എയുടെ യൂണിറ്റ് അറിയത്തില്ലായിരിക്കും. എയുടെ യൂണിറ്റ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. മാസ് നമുക്കറിയാം, കിലോഗ്രാം. ഓൾറെഡി നമ്മൾ മുമ്പത്തെ ചാർട്ടിൽ കണ്ടു, കിലോഗ്രാം ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ്. അപ്പൊ എയുടെ കണ്ടുപിടിക്കണമെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി അപ്പോൺ ടൈം അല്ലേ? വെലോസിറ്റിയുടെ നമ്മൾ ഇപ്പം ജസ്റ്റ് മുമ്പ് കണ്ടു, ദറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. meter per second square. So meter per second square
It is nothing but meter second raised to minus 1. അല്ലെ, meter second raised to minus 1. അപ്പോ ഈ meter second raised to minus 1 എന്ന് പറയുന്നത് ആക്സിലറേഷന്റെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഇനി അത് നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി, -1 അല്ല -2 കേട്ടോ. അപ്പൊ അത് നമുക്കിവിടെ എഴുതിയാൽ മതി, മീറ്റർ സെക്കൻഡ് റേസ് ടു -2. സോ ഫോഴ്സിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ആണ്. അപ്പൊ എന്താണ് ന്യൂട്ടൺ? യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഓർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ന്യൂട്ടൺ ഈസ് ഓൾസോ എ യൂണിറ്റ് ഓഫ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസും ആക്സിലറേഷൻ നമുക്ക് എന്ത് പറയാം, വെലോസിറ്റി അപ്പോൺ ടൈം എന്ന് പറയാം. അതിൻ്റെ അകത്ത് മീറ്റർ പെർ സെക്കൻഡ് വരുന്നുണ്ട്. വീണ്ടും ഒരു സെക്കൻഡ് കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി, അത് കൂടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി, അല്ലെ. അപ്പോൾ ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് എന്ത്, ന്യൂട്ടൺ. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് SI സിസ്റ്റം. SI സിസ്റ്റം. അപ്പൊ ഇതൊക്കെയാണ് CGS സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. CGS സിസ്റ്റം. FPS-ൽ എന്ത് വരും, ഫുഡ് പൗണ്ട് സെക്കൻഡ് വരും. ഇനി MKS-ലോ, MKS ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ MKS സിസ്റ്റം അല്ലെ, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. FPS ആണ് ഫുഡ് പൗണ്ട് സെക്കൻഡ്, അതായത് ലെങ്തിന് ഫുട്ട്, ഒരടി, മലയാളത്തിൽ ഒരടി, 2 അടി, 3 അടി അടിക്കണക്ക് പറയാറുണ്ട് അല്ലെ, ഫുഡ് പൗണ്ട് സെക്കൻഡ്. ഇനി CGS എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സോ CGS, FPS, MKS ഇതൊക്കെ നമ്മൾ എന്ത് പറയും, SI systems of units എന്ന് പറയും. This system contains 7 fundamental units and 2 supplementary fundamental units. The SI units are used in all physical measurements for both the base quantities and the derived quantities obtained from them. Certain derived units are expressed by means of SI units of special names such as Joule, Newton, Watt, etc. ഞാനിപ്പം ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ ഉപയോഗിക്കാറുണ്ട്. ആ ന്യൂട്ടൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ നെയിം കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആകാൻ, അതായത് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ യൂസ് ചെയ്യുന്ന യൂണിറ്റും UK-ൽ അല്ലെങ്കിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സും തമ്മിൽ അന്തരം ഉണ്ടായിരുന്നാൽ ഇവര് ഈ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ പ്രശ്നങ്ങളുണ്ടാവും അല്ലെ. ഇവിടെ ഇന്ത്യക്കാരെന്താണ് പറയുന്നതെന്നോ അമേരിക്കക്കാരെന്താണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ വിദേശത്തുള്ള വേറെ ഒരു രാജ്യക്കാരെന്താണ് പറയുന്നതെന്നോ ആർക്കും മനസ്സിലാകാതെ വരും. അങ്ങനെ മനസ്സിലാകാതെ വരാണ്ടിരിക്കുവാനായിട്ട് ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് SI സിസ്റ്റം ഓഫ് എന്താ പറയണ്ടേ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് അറിയുന്നത്. ഓക്കെ, അപ്പം ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള 7 ബേസ് യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് കൂടെ ഉണ്ട്. അതാണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ റേഡിയൻ ആണ്, ഇറ്റ് റെപ്രസെന്റ് RAD. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് സ്റ്റെർഡിയൻ ആണ്, SR. ഇനി വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ അടുത്ത പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതൊന്ന് കളയാമല്ലോ. ഓക്കെ, ഇതാണ് അതിനെ പറ്റി നല്ല കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ഇതിന്റെ ഇങ്ങനെ റബ്ബ് ചെയ്യണ്ടേ. ഓക്കെ,
ഓക്കെ, ഇതാണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ പിക്ചറാണ് അല്ലെ, ഒരു 2 ഡയമെൻഷണൽ പിക്ചറാണ്. ഒരു 2 ഡയമെൻഷണൽ പിക്ചറിൽ ഇതാ ഇവിടെ ഇതാണ് ബേസ്. ഈ ബേസിൽ നിന്ന് ഇതൊരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ. എത്ര ആംഗിൾ ക്രിയേറ്റ് ചെയ്തു? ഡി തീറ്റ ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഡി തീറ്റ ആംഗിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത്രയും ഏരിയ സ്വൈപ്പ് ഔട്ട് ആയിപ്പോയി. നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിലെ എന്താ പറയണ്ടേ, വൈപ്പർ ബ്ലേഡ് ഇല്ലേ, വൈപ്പർ ബ്ലേഡ് അതായത് വൈപ്പേഴ്സ്, അതിങ്ങനെ വെള്ളം ഇങ്ങനെ തൂത്ത് മാറ്റും അല്ലെ, വെള്ളം ഇങ്ങനെ തൂത്ത് മാറ്റും. അപ്പൊ ആ വെള്ളം തൂത്ത് മാറ്റുന്ന ഒരു ഇതുണ്ട്, ഒരു ഏരിയ ഉണ്ട്, നമുക്ക് അവിടെ ഗ്ലാസ്സിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു പ്ലെയിൻ സർഫസിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്ത് അത്ര ഏരിയ ഇങ്ങനെ സ്വൈപ്പ് ഔട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഡി തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഡി എസ് ഡിവൈഡഡ് ബൈ ആർ, ആർ ഇസ് ദ റേഡിയസ്. ഓക്കെ, സോ ഡി എസ് ഡിവൈഡഡ് ബൈ ആർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? റേഡിയൻ ആണ്. പ്ലെയിൻ ആംഗിൾ ദാറ്റ് ഈസ് റേഡിയൻ, ഡി തീറ്റ. ഓക്കെ, ഡി എസ് ബൈ ആർ. ഇതും ഏതാണ്ട് സിമിലർ ആണ്, ബട്ട് 3 ഡയമെൻഷണൽ പിക്ചർ ആണ്. നിങ്ങൾ ഒരു ഉദാഹരണം എടുത്താൽ, ഞാൻ മിക്കവാറും ക്ലാസ്സിൽ പറയാറുള്ള ഒരു തണ്ണിമത്തൻ, ഒരു തണ്ണിമത്തൻ എടുത്തിട്ട് നമ്മൾ ഒരു പ്ലെയിൻ എന്താ പറയണ്ടേ, നൈഫ് ഉപയോഗിച്ചിട്ട് പ്ലെയിൻ, അതായത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു നൈഫ്, ആ നൈഫ് കൊണ്ട് ഇങ്ങനെ 4 കുത്തി ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെ കുത്തി കഴിയുമ്പോൾ നമുക്കൊരു പീസ് അതിൻ്റെ അകത്ത് വലിച്ചൂരി എടുക്കാൻ പറ്റും അല്ലെ. പീസ് തന്നെയല്ലേ ഇത് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, നോക്കിക്കേ. ആ പീസ് എന്താ പറയണ്ടേ, അങ്ങനെ ഈ സൈഡിലും ഈ താഴത്തെ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും നൈഫ് ഇങ്ങനെ കുത്തി കയറ്റി ഇതെല്ലാം കൂടെ വരുന്നു യോജിക്കുന്നത് ഒറ്റ പോയിന്റിൽ. എന്നിട്ട് നമ്മൾ ആ പീസ് ഇങ്ങനെ ഊരി എടുക്കുന്നു. അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി? ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ആ ആംഗിൾ ഒരു 3 ഡയമെൻഷണൽ ആംഗിൾ ആണ്. ദാറ്റ് വി റെപ്രസെന്റ് ഡി ഒമേഗ. സോ ഈ ഡി ഒമേഗ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ വലിച്ചൂരിയ ആ തണ്ണിമത്തന്റെ ആ സർഫസ്, അത് നമുക്ക് എന്ത് കണക്കാം? ഡി എ. സോ ഡി എ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, d omega is equal to dA divided by r square, and its unit is radian, and this is what we call it a solid angle. അതൊരു സോളിഡ്സ് ആണല്ലോ, സോളിഡ്. മറ്റേതെന്താ? ഒരു പ്ലെയിൻ സർഫസ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്നും പറയുന്നു. സോ this all about the plane angle and solid angle. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഫസ്റ്റ് എന്താ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു അല്ലെ. പിന്നെന്താ, ഫണ്ടമെന്റൽ യൂണിറ്റ്, 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പഠിച്ചു, അതിന്റെ സിമ്പിൾസ് പഠിച്ചു അല്ലെ. ഇനിയോ അതിനുശേഷം എന്താ പഠിച്ചേ? അതിനുശേഷം നമ്മൾ പഠിച്ചത് ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതായത് ബേസ് യൂണിറ്റ്സിൽ നിന്ന് എൻ്റെ സിസ്റ്റം ബാറ്ററി ലോ ഔട്ട് ആവുകയാണ്. ഓക്കെ, വേറെ നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് കണ്ടു. പിന്നെ ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. അതിന് നമ്മൾ പറയുന്ന SI യൂണിറ്റ്സ് ആണ് പറഞ്ഞു അല്ലെ, CGS, FPS, MKS. പിന്നെ നമ്മൾ കണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. ആ പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ എന്നതിന്റെ പിക്ചറും ഓർത്തിരിക്കുക. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ മുമ്പോട്ടും ഇതേപോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ താങ്ക് യു. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, താങ്ക്സ് ടു ഓൾ.